കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ, ഫോണും കുറച്ചു നേരം കാണാമല്ലോ. അയ്യോ, ഇതിന് മിസ് കോളുകളൊക്കെ ഉണ്ടല്ലോ. ആരെ വിളിച്ചിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാ? ഞാനാണ് ജോസഫ്. ഫ്രീ ആയപ്പോ ഇറങ്ങിയതാണ്. നിന്റെ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് ചോദിച്ചേ. അയ്യോ, എനിക്ക് ലൊക്കേഷൻ അയക്കാനൊന്നും അറിയാൻ പാടില്ല. വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വല്ലതും മതിയാ? മതി. എന്നാലേ അവിടെ നിങ്ങൾ വന്ന വഴി തന്നെ ഒരു ബേക്കറി കടയുണ്ട്. അവിടെ നിന്ന് വടക്കോട്ട് തിരിയുമ്പോൾ തന്നെ അവിടെ ഫ്രൂട്ട്സ് കടയും ഉണ്ട്. അതിന് നടുക്ക് ഇപ്പുറത്തായിട്ട് ഒരു ആളുടെ വീടുണ്ട്. വർഗീസ്, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ വർഗീസിന്റെ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ തന്നെ അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്ന, നിങ്ങൾ അവിടെയൊക്കെ കയറിയിട്ടായിരിക്കുമല്ലോ വന്നത്. ആ ചായക്കടയും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരി. ആ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ആരെയാണ് വീടിന് വിളിക്കണം? ഞാൻ വിളിച്ചതല്ലെന്ന്, ആ ജോസഫേട്ടനും കുടുംബവും കൂടി ഇങ്ങോട്ട് വരേണ്ടത് പറഞ്ഞു. അത് കാരണം ഞാൻ എന്നോട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ എവിടുത്തെ ലൊക്കേഷൻ എനിക്ക് അറിഞ്ഞൂടെ, ലൊക്കേഷൻ ഇട്ട് കൊടുക്കാനൊന്നും. അതിന് അമ്മച്ചി ഇപ്പൊ എന്താ ചെയ്തത്? ഞാൻ വഴി പറഞ്ഞു കൊടുത്ത്. വഴി പറഞ്ഞു തന്നെ കേട്ട് പറഞ്ഞതൊക്കെ. അവര് വരികയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കണോ? അപ്പൊ നമുക്ക് തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില? പൊന്നിന്റെ വിലയാണ്. തേങ്ങ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വറുത്തും കൊടുക്കാം. ഇതാകുമ്പോൾ ഞാൻ ബേക്കറി കടയൊക്കെ പറഞ്ഞു കൊടുത്തത് എന്തിനാണെന്ന് അറിയാമോ? അവരവിടെ കയറി എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാൽ നമുക്കുമായി അവർക്കതിൽ നിന്ന് എന്തെങ്കിലും കട കൊടുത്തിട്ട് കൊടുത്താൽ പോരെ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം.